വെൽക്കം ബാക്ക്. അപ്പൊ കോടതിയുടെ ഒരു അടിപൊളി നിയമം വന്നിരിക്കുകയാണ്. അതായത് വിവാഹിതരായ സ്ത്രീകൾ മറ്റു പുരുഷന്മാരുടെ പുറകെ പോയി വിവാഹ വാഗ്ദാനം ലഭിച്ചു എന്ന പേരിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കേസ് നിലനിൽക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കുറച്ച് നേരത്തെ വരണമായിരുന്നു. കാരണം ഒരു വിവാഹ ബന്ധത്തിലിരിക്കെ മറ്റൊരു ബന്ധം തേടി പോകുന്നത് തികച്ചും നിയമപരമായി യാതൊരുവിധ ആനുകൂല്യം ലഭിക്കാൻ അവനോ അല്ലെങ്കിൽ അവളോ അർഹനല്ല. ഇത്തരത്തിലുള്ള അഭിഹിതങ്ങൾക്ക് പുറകെ പോകുന്നവർക്ക് യാതൊരുവിധ നിയമാനുകൂല്യങ്ങളും ലഭിക്കരുത്. കാരണം ഇവർ ചതിക്കുന്നത് മൂന്ന് കൂട്ടരെയാണ്. ഒന്ന്, അവരുടെ സ്വന്തം ഭർത്താവിനെയും അതുപോലെ സ്വന്തം അച്ഛനമ്മയെയും പിന്നെ സ്വന്തം മക്കളെയും. നമ്മുടെ നാട്ടിൽ അഭിഹിത ബന്ധങ്ങളൊക്കെ ഒരുപാട് പെരുകുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന സ്ത്രീകളും സജീവമാണ്. ഇങ്ങനെയുള്ള പ്രതിവൃതയായ സ്ത്രീകളെ കുറിച്ചോർക്കുമ്പോൾ ബഹുമാനം തോന്നുന്നു. കാരണം അവർ നമ്മുടെ രാജ്യത്തിന് തന്നെ നല്ലൊരു വഴികാട്ടിയും പ്രചോദനമാകുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളോടൊരു യുവാവ് കല്യാണത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അവിടെ വെച്ച് നിർത്തുക. കാരണം അവർ നിങ്ങളെ ആത്മാർത്ഥമായി ഒരിക്കലും സ്നേഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരം മാത്രമാണ്. അവർ അവരുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കളങ്കമായ പ്രണയത്തിൽ ചെന്ന് ചാടിയാൽ നഷ്ടം സ്ത്രീകൾക്കായിരിക്കും കൂടുതലും. കാരണം സൊസൈറ്റി നിങ്ങളെ വേറൊരു കണ്ണോടെ കാണുകയും അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അത് വളരെയധികം മനസ്സിന് മുറിവേൽപ്പിക്കും. അതുകൊണ്ട് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളെയും അതുപോലെ തന്നെ തനിക്ക് വേണ്ട ബഹുമാനവും കരുതലും തരുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ക്യാഷ് നോക്കി സ്നേഹിക്കരുത്. കാരണം പണം തീരുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാകണം. അതായത് റിയൽ മെൻ ടേക്ക് ഹിസ് ഗേൾ ഫ്രണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് പാരന്റ്സ് ആൻഡ് നോട്ട് ഇൻ ബെഡ്റൂം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.